വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. കുറേ ആയില്ലേ നമ്മളൊക്കെ കണ്ടിട്ട്. ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഭയങ്കര പ്രഷറുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ എന്ത് നിങ്ങളെ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, ഇപ്പം എന്താ നിങ്ങളെ വീഡിയോ ഒന്നും കാണാത്തത്, എന്തിപ്പോൾ നിങ്ങളെ വീഡിയോ ഒക്കെ ആയത്, യൂട്യൂബ് ചാനൽ എന്താ ആയത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ. എല്ലാവരും ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ ഫാമിലിയിലായാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളെങ്ങോട്ട് പോണത്. അപ്പോൾ എന്ത് കാണാത്ത സംഭവം എന്നോ, വീഡിയോസ് കാണാത്തതിൻ്റെ കാരണം എന്താണെന്നോ, നമ്മൾ വീഡിയോ ഇടുന്നില്ല, അതുകൊണ്ടാണ് കാണാത്തത് അല്ലേ. വീഡിയോ ഇടാത്തതിന്റെ കാരണം എന്താ അറിയോ? എന്താ പറയാ, സനത്ത് ഒരു ദിവസം വീഡിയോ എടുത്തപ്പോൾ ഓള് പറഞ്ഞു ഞാനിങ്ങനെ നിൽക്കൂല, എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം, മുടിയൊക്കെ ഹെയർ കട്ടിങ് ചെയ്യണം, അതുകൊണ്ടാണ് ഓള് വീഡിയോ കയറുന്നില്ല. പിന്നെ ഞാനായിട്ട് എന്തിനാ കയറുന്നത്? കാശി പറഞ്ഞെടുത്ത ഹായ് പറഞ്ഞെടുത്ത. ഹലോ പഞ്ഞന് ഒരു കഥ പറഞ്ഞെടുത്താനി. ഓന്റെ പണ്ട് ഒരു കാട്ടില് മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ പിന്നെ മനസ്സുകൊണ്ട് പറയും. കഥ പറയും, മോണാക്ട് ചെയ്യും, അതൊക്കെ ഞങ്ങൾ കുഞ്ഞു വീഡിയോ ആയിട്ട് പിന്നെ വരണ്ട കേട്ടോ അല്ലേ കാശിയെ. ഇപ്പൊ ഞങ്ങൾ ചെടി നനയ്ക്കുന്ന അവിടെ, അപ്പൊ ചെടി നനച്ചപ്പോ വെള്ളമൊക്കെ നനഞ്ഞ് വന്നതാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ടൊക്കെ മഴ ഉണ്ടോ? ചില ഭാഗങ്ങളിലൊക്കെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് നല്ല മഴ പെയ്യുന്നത്. അതിപ്പോ ഇലക്ഷൻ അങ്ങനെയല്ല, എന്ത് ഓരോ സംസ്ഥാനത്തില് ഓരോ ഇലക്ഷൻ അല്ലേ, അതേ മുകളിൽ ഓരോ വാർഡിക്കട്ടപ്പോൾ മഴ. കുറച്ച് മുന്നേ അതേപോലെ നല്ല ഇടി മിന്നലും കാറ്റും നല്ല മഴ പെയ്തിരുന്നു. ഇപ്പൊ ഇതാ മഴ പെയ്യുന്നുണ്ട് പുറത്ത്. ഇപ്പൊ പുറത്ത് ചെറിയൊരു മഴ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴ 2 ദിവസം മുന്നേ കിട്ടിട്ടോ, അടിപൊളി മഴ. ഇപ്പൊ ചെറിയ മഴകൾ പെയ്യുന്നുണ്ട്. ഞങ്ങളെ കുഞ്ഞ് ക്യാമറ ആയതുകൊണ്ട് എല്ലാരും ഇവിടെ കൊള്ളണില്ല, അജൊക്കെ തിക്കി തിരക്കേണ്ട വരുന്നുണ്ട്. കാശിക്ക് ഇവിടെ ഇരിക്കണം. ആ ബിസ്ക്കറ്റ് എടുത്തോർത്താലും ബിസ്ക്കറ്റ് കാശിക്ക് എന്താന്നോ, അച്ഛനെയും അമ്മേനെയും എന്താ വേറെ ആർക്കും അടുത്തിരിക്കാൻ പറ്റൂല, ആർക്കും തൊടാൻ പറ്റൂല, ഒക്കെ ഓൻ്റെ അധികാരമാണ്. അങ്ങനെ അപ്പോൾ സഞ്ജു ഇവിടെ ഇരുന്നപ്പോൾ ഓനെ അങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. പിന്നെ ഞങ്ങൾ ഓരോ വീഡിയോക്ക് നിങ്ങൾ ആരും കമന്റ് ചെയ്യണില്ല കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഒരു കമന്റ് ആക്കി നല്ലല്ലേ ഞങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാനും ഇടാനും ഒക്കെ ഒരു എന്താ പറയാ, എന്തായാലും പറയാ, കൂടുതൽ നമുക്ക് താല്പര്യം ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, പിന്നെ എന്തൊക്കെയോ അമർത്താണ്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യും. അല്ല എന്നാലും എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ. എല്ലാവരും ചോദിക്കുന്നില്ലേ എന്താ വീഡിയോസ് ഇടാത്തേന്ന്. അപ്പം എല്ലാവരും നമ്മളെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അതല്ലേ അതിൻ്റെ അർത്ഥം. നമുക്ക് വീഡിയോസ് ഇടാലോ, നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് എല്ലാവരും ഫോളോ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അടിപൊളി ക്യാമറ വാങ്ങും, ഒരു ക്യാമറമാനെ വെക്കും, പിന്നെ നമ്മൾ ആരായി. ഈ നല്ല മഴ ഇങ്ങനെ പെയ്യുമ്പോൾ നല്ല ചൂട് പഴംപൊരിയും ചായയും, അല്ലെങ്കിൽ എന്താ പറയാ അരിമണി വറുത്തതും, നല്ല അരിമണി വറുത്തതും ചായയും. മത്തൻകുരു ഇപ്പം നമുക്ക് ഇല്ലല്ലോ, അപ്പം നമുക്ക് അരിമണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ചിപ്സ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. യൂട്യൂബിൽ വീഡിയോസിലൊക്കെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണലുണ്ട് നമ്മൾ ഈ ചിപ്സ് ഉണ്ടാക്കുന്നത്. അപ്പം ഇന്നലെ ട്രൈ ചെയ്തിരുന്നു, കുഴപ്പമില്ല, രസമുണ്ടായിരുന്നു. ഇന്നലെ ചിപ്സും ചായയും. അപ്പം പിന്നെന്താ, ഇപ്പം ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാട്ടോ. ഇടി മിന്നലൊക്കെ വരുന്നുണ്ട്, അപ്പോൾ മൊബൈലും പിടിച്ചിങ്ങനെ പുറത്തിരിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഉള്ളിലാണെങ്കിലോ ലൈറ്റും ഉണ്ടാവില്ല, ഉള്ളിലേക്ക് വലിയ ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ അത് പുറത്ത് വന്നിരുന്നപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തത്. പിന്നെന്താ പറയണേ, നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഫോളോ ചെയ്യുക. അങ്ങനെ അപ്പോൾ ഇനി ചെറിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെ വരാം കേട്ടോ. അപ്പോൾ അതുവരെ ബൈ.